പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധം കനക്കുകയാണ്. ഇതിനിടെ മുംബൈയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കസ്റ്റഡിയിലെടുത്തവരുമായി പോയ പോലീസ് വാഹനം ഒറ്റയ്ക്ക് തടഞ്ഞ ഒരു യുവതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിലവിലെ പ്രക്ഷോഭങ്ങളുടെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പോലീസ് വാഹനം ഒറ്റയ്ക്ക് തടഞ്ഞ് മുംബൈ യുവതി ദാദറിലെ ശിവാജി പാർക്കിന് സമീപം ബുധനാഴ്ച നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെയാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. लाडली बहन करके 1500 रुपए देकर हम हमारे नाम कर लेंगे, हम जीत कर आएंगे, तो ये कॉन्फिडेंस भी आप देखिएगा, इन तस्वीरों को आप देखिएगा ताकि आपको पता चले कि किस तरह से चीजें होती हैं और लोग जो हैं एक एक करके आ रहे हैं, गाड़ी के सामने खड़े हो गए हैं. तो ये सच्चाई है, ये आप देखिएगा. इन तस्वीरों को आप समझ सकते हैं कि ये जो आंदोलन है किस तरह से हो रहा है. और റിയ യാദവ് എന്ന് തിരിച്ചറിഞ്ഞ യുവതിയാണ് കഴിഞ്ഞ മഴയത്ത് ഹൂഡിയും തൊപ്പിയും ധരിച്ച് പോലീസ് വാനിന് മുന്നിൽ നിലയുറപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ പോലും വകവയ്ക്കാതെ തന്റെ മുന്നിൽ നിന്നും മാറാൻ വിസമ്മതിച്ച യുവതിയുടെ ഈ ധീരമായ ഇടപെടൽ ഒടുവിൽ കസ്റ്റഡിയിലായ വിദ്യാർത്ഥികളുടെ മോചനത്തിന് വഴിയൊരുക്കി. പോലീസ് തങ്ങളുടെ ജോലി ഉത്തരവാദിത്തോടെ അല്ല ചെയ്യുന്നത് എന്നാണ് സംഭവത്തിന് ശേഷം റിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. अगर वो रिस्पॉन्सिबल नहीं होंगे तो हम रिस्पॉन्सिबिलिटी लेंगे अपने सिटीजन्स की. इसलिए मैंने रोका. मैं वहाँ से चल रही थी, तब तक मुझे कॉर्नर करेंगे, ट्रैफिक में आगे नहीं जा पाएंगे. मैं यहाँ खड़ी रहूंगी, ट्रैफिक होगा तो उनको कुछ तो करना ही पड़ेगा ना. And everybody, I stopped by myself and look at this now. 2 minutes and look at this. ആരാണ് റിയ യാദവ്? ബഹുമുഖ പ്രതിഭ, മോഡലും അഭിനേത്രിയും സംരംഭകയുമാണ് റിയ യാദവ്. ഇൻസ്റ്റഗ്രാമിൽ 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഇവർ നിരവധി മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചിട്ടുണ്ട്. ദിൽബര എന്ന സംഗീത ആൽബത്തിലാണ് ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ വിപണനം ചെയ്യുന്ന റിയാസത്ത് എന്ന ബ്രാൻഡിന്റെ ഉടമ കൂടിയാണ് ഈ യുവതി. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുംബൈയിലും പ്രതിഷേധം അലയടിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലും ഡൽഹിയിലെ CJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച് തുടർച്ചയായ 3-ാം ദിവസമാണ് മുംബൈ നഗരം സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നിരോധനാജ്ഞ ലംഘിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുകൂടിയത്. ശിവാജി പാർക്ക്, ചൈത്യഭൂമി, ചെമ്പൂർ, ശിവസേന നഗർ എന്നിവിടങ്ങളിലായി നടന്ന ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജൂലൈ 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി സംഘം ചേർന്നിരിക്കുന്നതിനും നിരോധനാജ്ഞ ലംഘിച്ചതിനും 13 FIRകളാണ് മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം 400ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.